യൂത്ത് വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ യൂത്ത് ബ്രിഗേഡ്, കോൺഗ്രസിന്റെ സെക്കൻഡ് ടീം, രണ്ടാം തലമുറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ എന്തുമാത്രം അർമാദിക്കലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റുമോ? തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അത് ഇവരുടെ ഒരു വിജയം കൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാലക്കാട് അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. പിന്നീട് നിലമ്പൂര് ഞങ്ങളുടെ കയ്യിലിരുന്ന സീറ്റല്ലയോ, അതല്ലയോ ആര്യടൻ ഷൗക്കത്ത് അടിച്ചുകൊണ്ട് പോയത്. അതിന്റെ പിന്നിലും ഈ യൂത്ത് വൈബ് എന്നും പറഞ്ഞു നടന്ന ഇവന്മാരായിരുന്നല്ലോ. അതേസമയം ഞങ്ങളാണെങ്കിൽ ഈ പൊതിച്ചോറ് പൊതിഞ്ഞ് കൈയൊക്കെ മരഞ്ഞ് ഒരുതരം തന്ത വൈബുമായിട്ട് നടക്കുമ്പോഴാ ഇവന്മാരുടെ ഈ അഹങ്കാരം. യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ മാത്രമല്ലെന്നേ, കുറെ യൂത്ത് ലീഗന്മാരും കൂടിയിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തില്, വൈബ് എന്ന് പറഞ്ഞുകൊണ്ട്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. SFIക്കാർക്കാണെങ്കിൽ ആരിഫ് മുഹമ്മദാനെ കിട്ടി കൈവാക്കിന്. അവർക്ക് അങ്ങനെയെങ്കിലും ഒരു സമരത്തിനോടൊരു അവസരം കിട്ടി. ഞങ്ങൾക്ക് ഈ പിണറായി വിജയന്റെ രണ്ടാം ഭരണം വന്നതോടെ പണിയില്ലാതായി പോയി, പൊതിച്ചോറ് പൊതിയല്ലാതെ വേറെ ജോലി ഇല്ലാതായി പോയി. അതുകൊണ്ടാണ് ഞങ്ങള് ഈ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിലിനെതിരായിട്ട് തിരിഞ്ഞത്.